എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. അപ്പോൾ കർക്കിടകം സീരീസിൽ നമ്മൾ ദശപുഷ്പങ്ങളെയായിരുന്നു പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ നമ്മുടെ കർക്കിടകം തീരാറായി. അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റായിട്ട് 2 ദശപുഷ്പങ്ങളിലുള്ള 2 ഔഷധ സസ്യങ്ങളെയാണ് ഇനി പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ അതിൽ 9ാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഉഴിഞ്ഞയാണ്. ഈ പിക്ചറിൽ കാണുന്നതാണ് ഉഴിഞ്ഞ. നമ്മൾ സാധാരണയായി ഒരു വള്ളിച്ചെടിയാണ്, അതായത് വർഷം മുഴുവൻ പൂത്ത് നിൽക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഉഴിഞ്ഞ. പ്രധാനമായിട്ടും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മൂത്രസംബന്ധമായി ഉണ്ടാകുന്ന അസുഖങ്ങൾക്കും മലം അയഞ്ഞു പോകുന്ന, അതായത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുന്നതിനൊക്കെ ഉഴിഞ്ഞ സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തന്നെ മുടിയിലെ അഴുക്കുകൾ കളയുന്നതിനും നീര് വറ്റിപ്പോകുന്നതിനും മൂത്രം നന്നായി പോകുന്നതിനൊക്കെ ഉഴിഞ്ഞ സാധാരണയായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 10ാമതായിട്ട് ദശപുഷ്പങ്ങളിൽ നമ്മൾ ലാസ്റ്റായിട്ട് പരിചയപ്പെടുത്തുന്ന 10ാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് വിഷ്ണുക്രാന്തിയാണ്. ഈ കാണുന്നതാണ് വിഷ്ണുക്രാന്തി. അടുത്ത് പടർന്ന് വളരുന്ന ഒരു പുല്ല് വർഗത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് വിഷ്ണുക്രാന്തി. പനി കുറയ്ക്കുന്നതിനും അതുപോലെ ഇൻഫെർട്ടിലിറ്റി രോഗങ്ങൾക്കും വിഷ്ണുക്രാന്തി ഉപയോഗിച്ചു വരുന്നുണ്ട്. തന്നെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മക്കുറവ് പരിഹരിക്കുന്നതിനും മുടിയെല്ലാം നന്നായി വളരുന്നതിനെല്ലാം തന്നെ വിഷ്ണുക്രാന്തി ഉപയോഗിക്കാവുന്നതാണ്. തന്നെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മക്കുറവ് പരിഹരിക്കുന്നതിനും മുടിയെല്ലാം നന്നായി വളരുന്നതിനെല്ലാം തന്നെ വിഷ്ണുക്രാന്തി ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കർക്കിടകം ഇവിടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കർക്കിടകം സീരീസിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയ 10 സസ്യങ്ങളും ദശപുഷ്പങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ സസ്യങ്ങളെയും ഓർത്തിരിക്കുക, അവയുടെ ഉപയോഗവും നമ്മൾ അറിഞ്ഞിരിക്കുക.